സുഖമില്ല, എല്ലാവരും സഹായിക്കുക. അസുഖം ബാധിച്ച് 3 വർഷമായി. മുമ്പ് മലബാർ ക്യാൻസർ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓവറിലായിരുന്നു. അതിനുശേഷം കിഡ്നിക്കൊക്കെ സ്പ്രെഡായിട്ടുണ്ട്. അങ്ങനെ മേജർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും അസുഖം പ്രാപിച്ച് വന്നത് കിഡ്നീൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വീണ്ടും ഇവിടെ ഭയങ്കര ബഡ്ജറ്റാണ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. എനിക്ക് 2 കുട്ടികളാണ്. ഭർത്താവ് മത്സ്യത്തൊഴിലാളികളാണ്. കുട്ടികളൊന്നിച്ച് ജീവിച്ചിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല. അവർക്ക് വേണ്ടി നമുക്ക് ജീവിക്കണം. ഇതിനെല്ലാവരും ഒന്ന് സഹായിക്കണം, പ്രാർത്ഥിക്കണം. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം. ഞാൻ നാസർ പൊക്കാക്കടവ്. കാസർഗോഡ് ജില്ലയിലെ കടപ്പുറം ബബിഷ എന്ന സഹോദരിയെ നിങ്ങൾ ഏറ്റെടുക്കണം. 3 വർഷമായി യൂട്രസിൽ ക്യാൻസർ വന്നു. അത് കിഡ്നിക്ക് ബാധിച്ചു. ഇപ്പം മംഗലാപുരം എഗഡെ ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. ഇതുവരെ 15 ലക്ഷം രൂപ ചിലവായി. ഇനിയും 10 ലക്ഷം രൂപ വേണം. നിങ്ങൾ സഹായിക്കണം. നമുക്ക് ഈ 2 മക്കളുടെ അമ്മയെ നമുക്ക് തിരിച്ചു നൽകണം. എല്ലാവരും ഏറ്റെടുക്കണം. മാക്സിമം ഷെയർ ചെയ്യണം, പ്രാർത്ഥിക്കണം, സഹായിക്കണം. എൻ്റെ പേര് അജിത് കുമാരൻ. ഇവരുടെ വാർഡ് കൗൺസിലറും കൂടിയാണ്. ബബിഷയുടെ ചികിത്സാ കമ്മിറ്റിയുടെ മെമ്പറും കൂടിയാണ്. അപ്പം നമ്മൾ ബബിഷയ്ക്കും വേണ്ടി കഴിയുന്നതും നല്ലവരായ മനസ്സിൽ ജനങ്ങൾ ഇവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബബിഷ എൻ്റെ ഒരു കൂട്ടുകാരി കൂടിയാണ്. 3 വർഷമായി ബബിഷ ഈ രോഗത്തിൽ പെട്ടിട്ട്. 2 കുട്ടികളുടെ അമ്മയാണ്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി കുടുംബമാണ് ബബിഷ. നമുക്കറിയാം, മത്സ്യത്തൊഴിലാളികൾ എന്ന് വെച്ചാൽ അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് മത്സ്യത്തൊഴിലാളികൾ. അപ്പം ഈ ഒരു രോഗം കൂടി അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ കുടുംബത്തിന്. അപ്പം നിങ്ങളാൽ കഴിയുന്ന നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് കൊടുക്കേണ്ട മാക്സിമം എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനിയും പൈസ വേണം നമുക്ക്. ഇനിയും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ബബിഷയെ സഹായിക്കണം എന്ന് മാത്രമാണ് അഭ്യർത്ഥന. ബബിഷ 3.5 വർഷത്തോളമായി ട്രീറ്റ്മെൻറ്റിൽ ഈ ക്യാൻസർ ബാധിച്ചിട്ട്. അപ്പോൾ തുടക്കം മുതലേ നമ്മൾ ഹോസ്പിറ്റലിൽ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വീണ്ടും ക്യാൻസറിൻ്റെ അണുക്കൾ ബ്ലഡിൽ കലർന്നത് കാരണം കൊണ്ട് ഹെഗ്ഡെ ഹോസ്പിറ്റൽ മാംഗ്ലൂർ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഒരു ഭാരിച്ച സംഖ്യ ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഉദാരമതികളായ നാട്ടുകാരുടെ സഹായത്താലും 2 കുടുംബങ്ങളും സഹായിച്ചതിൻ്റെ പേരിൽ അവളെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പം തുടർ ചികിത്സയ്ക്ക് യാതൊരു നിവൃത്തിയുമില്ല. അപ്പം എല്ലാ സുമനസ്സുകളുടെയും സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ബബിഷയുടെ 2 മക്കളുടെയും ഭാവി ജീവിതത്തിന് നല്ലൊരു സഹായം ഞങ്ങളെ ചെയ്തു തരണം, ഞങ്ങളുടെ കുടുംബത്തിൽ സഹായിക്കണമെന്ന് മാത്രം. ഇവരെ തൊട്ടടുത്ത ബന്ധുവും കൂടിയാണ്. ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാക്സിമം ചെയ്യാവുന്നത്ര ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഗൾഫ് സഹോദരങ്ങളും ക്ലബ്ബ്, അതുപോലെ ഞങ്ങൾ തറവാടംഗങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നാട്ടുകാരും കൂടുതലെല്ലാം സഹായിച്ചിട്ട് ഇതുവരെ കാര്യങ്ങളൊക്കെ നടന്നു. വീണ്ടും ഇപ്പോൾ ബ്ലഡിൽ വൈറസ് കൂടിയുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൂടുതൽ പൈസ ആയിട്ട് വരുന്നുണ്ട്. ഒരു മാസം 1 ലക്ഷത്തോളം ചിലവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മംഗലാപുരം, തലശ്ശേരി ക്യാൻസർ സെൻറ്റർ, അതുപോലെ മറ്റേ ഹോസ്പിറ്റലിനെ മാറി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. കുറേ പൈസ ഇങ്ങനെ ചിലവായിട്ട് വരുന്നുണ്ട്. ഇവർ പ്രസാദ് എന്നാണ്, ഇവിടുത്തെ ഒരു ബൂത്ത് സെക്രട്ടറിയും കൂടിയാണ്. അപ്പോൾ 3 വർഷമായിട്ട് ഇങ്ങനെ കുടുംബത്തിനായിട്ടൊരു രോഗത്തിനെ പരിപാലിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ചിലവിന് കഴിവില്ല. അപ്പോൾ നാട്ടുകാരും കൂടി ചേർന്നാണ് ഇപ്പോൾ ഒരു വിധത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആ തുക നമുക്ക് ആ ചികിത്സയ്ക്കായിട്ട് പോരാതെ വരികയാണ്. അപ്പോൾ കൂടുതൽ സഹായങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ കാണുന്ന എല്ലാവരും കൂടുതൽ ഈ കുടുംബത്തിൻ്റെ അംഗങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്.